സഹപ്രവർത്തകയുമായുള്ള പ്രണയബന്ധം ചോദ്യം ചെയ്തതിന് ഭാര്യയെയും 2 മക്കളെയും കൊലപ്പെടുത്തി യുവാവ് വീടിനടുത്തുള്ള കുഴിയിൽ തള്ളിയെന്ന് കണ്ടെത്തൽ. ഗുജറാത്തിലെ ഫോറസ്റ്റ് ഓഫീസറായ ശൈലേഷ് കമ്പാലയാണ് കേസിൽ അറസ്റ്റിലായത്. അസിസ്റ്റന്റ് കൺസർവേറ്ററായി ജോലി ചെയ്തിരുന്ന ശൈലേഷ് 2022 സഹപ്രവർത്തകയുമായി സൗഹൃദത്തിലായത്. ഇത് ക്രമേണ പ്രണയമായി മാറിയെന്ന് പോലീസ് പറയുന്നു. ഇവർക്കൊപ്പം ജീവിക്കുന്നതിനായി ശൈലേഷ് കുടുംബത്തെ വകവരുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അടുത്തിടെയാണ് ഭാവ് നഗറിലേക്ക് ശൈലേഷിന് സ്ഥലം മാറ്റം കിട്ടിയത്. ഭാര്യ നയനയും മകൾ പ്രീതയും 9-കാരൻ മകൻ ഭവ്യയും സൂററ്റിൽ തന്നെ തുടർന്നു. അവധി കിട്ടിയപ്പോൾ ഭർത്താവിനൊപ്പം നിൽക്കാൻ മക്കളുമായി നയന എത്തിയതോടെയാണ് ശൈലേഷിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റൊരു ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നയന താനും മക്കളും ഇനി മടങ്ങിപ്പോകുന്നില്ലെന്നും ഒന്നിച്ച് ജീവിക്കാമെന്നും പറഞ്ഞു. ശൈലേഷ് ഇതിനും വഴങ്ങിയില്ല. തുടർന്ന് രാത്രിയിൽ മൂവരെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. അതിരാവിലെ തന്നെ ജൂനിയർ ഓഫീസറെ വിളിച്ചു വരുത്തി വീടിന്റെ സമീപത്തായി 2 കുഴിയെടുക്കാൻ ആവശ്യപ്പെട്ടു. ഈ കുഴിയിൽ ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം തള്ളി മുകളിൽ മാലിന്യവും വിതറിയ ശേഷം ജീവനക്കാരെ വീണ്ടും വിളിച്ച് ആ കുഴിയിൽ നീർഗായി വീണ് ചത്തെന്നും താൻ കുറച്ച് മാലിന്യം അതിനുമേൽ ഇട്ടു വേഗത്തിൽ കുഴി മൂടണമെന്നും നിർദ്ദേശിച്ചു. ശൈലേഷിന്റെ നിർദ്ദേശപ്രകാരം കുഴി മൂടിയ ശേഷം ഇയാൾ മടങ്ങിപ്പോയി. ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ ശൈലേഷ് നയന മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടിയെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചതെന്നും പോലീസ് പറയുന്നു. കൃത്യത്തിന് ശേഷം നയനയുടെ ഫോണിൽ നിന്നും താൻ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നും മക്കളുമായി അയാൾക്കൊപ്പം പോകുന്നുവെന്നും ശൈലേഷ് മെസ്സേജ് അയച്ചു. പിന്നാലെ ഫോൺ എയർപ്ലെയിൻ മോഡിലേക്ക് മാറ്റി. അവധിക്ക് ഭർത്താവിനൊപ്പം നിൽക്കാൻ പോയ മകളും കൊച്ചുമക്കളും മടങ്ങിയെത്താതിരുന്നതോടെ നയനയുടെ കുടുംബം അന്വേഷണം ആരംഭിച്ചു. ശൈലേഷിനോട് ചോദിച്ചപ്പോൾ നവംബർ 2 തന്നെ 3 ആളും മടങ്ങിയെന്നും താൻ ജോലി സ്ഥലത്തായിരുന്നതിനാൽ അവർ ഓട്ടോ വിളിച്ചാണ് പോയതെന്നുമായിരുന്നു മറുപടി. ശൈലേഷിന്റെ സംസാരത്തിൽ പന്തികേട് തോന്നിയ വീട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ശൈലേഷിനെ ചോദ്യം ചെയ്തപ്പോഴും മൊഴിയിൽ പൊരുത്തക്കേട് ശ്രദ്ധയിൽപ്പെട്ടു. ഫോൺ പരിശോധിച്ചപ്പോൾ ജൂനിയർ ഓഫീസറെ ബന്ധപ്പെട്ടിരുന്നതായി കണ്ടു. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതോടെയാണ് നിർണായക വിവരം ലഭിച്ചത്. തന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചതും കുഴിയെടുക്കാൻ പറഞ്ഞതും പിന്നീട് കുഴി മൂടാൻ പറഞ്ഞതുമെല്ലാം ജൂനിയർ ഉദ്യോഗസ്ഥർ പോലീസിനോട് വിവരിച്ചു. കുഴിയെടുത്ത സ്ഥലവും കാണിച്ചു കൊടുത്തു. ഇവിടെ പരിശോധിച്ചതോടെയാണ് 3 പേരുടെയും അഴുകി തുടങ്ങിയ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതേസമയം ശൈലേഷിന്റെ പെൺസുഹൃത്തിന് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.